ഹലോ നമസ്കാരം. ഈ പഠനം എന്ന് പറയുന്നതേ, ലേണിംഗ് എന്ന് പറയുന്നത് ശരിക്കും പലരും പറഞ്ഞിട്ടുണ്ട് അതൊരു ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്, ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രോസസ്സാണ്. പക്ഷേ പലപ്പോഴും നമ്മളിന്ന് കാണുന്നത് ആ, പഠിക്കുക എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. മനസ്സൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പഠനം അവസാനിച്ചു, പിന്നീട് ഒരിക്കലും അവൻ പഠിക്കത്തില്ല. ആ, ഈ പഠനം ജോലി കിട്ടിക്കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആ ജോലിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, വളരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഒരു ചെറിയ എളിയ ശ്രമമാണ് ഇത്തരത്തിലുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനിൽ പകർത്താൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ലൈഫിൽ പകർത്തേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രൊഫഷണലിസം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പലപ്പോഴും സ്കൂളുകളിലും കോളേജസിലും പഠിപ്പിക്കാത്തൊരു കാര്യമാണ് പ്രൊഫഷണലിസം. എങ്ങനെ പ്രൊഫഷണലായിട്ട് നമുക്ക് മറ്റൊരാളോട് ബിഹേവ് ചെയ്യാം, എങ്ങനെ പ്രൊഫഷണലായിട്ട് ഡ്രസ്സ് ചെയ്യാം, എങ്ങനെ പ്രൊഫഷണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു തരത്തില്ല. കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ചു തരും, ഭാഷ പഠിപ്പിച്ചു തരും, പക്ഷേ എങ്ങനെ പ്രൊഫഷണലി സംസാരിക്കണം എന്നുള്ളത് നമ്മളെ പലപ്പോഴും ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കാം. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു 7 റൂൾസാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ പറയാൻ പോകുന്ന 7 റൂൾസും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ കാര്യം അറിയുമെന്നുള്ള കാര്യം പലപ്പോഴും നമുക്കറിയത്തില്ല. അതായത് നമുക്കൊരു വിഷയം അറിയാം, പക്ഷേ ഈ അറിയുമെന്നുള്ളത് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അപ്പം അതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ ചെയ്യുന്നത്. സോ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 7 ഇമ്പോർട്ടൻറ്റ് കാര്യം, അത് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവേ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് മലയാളികൾക്ക് വളരെ കുറവാണ്. ഞാൻ കുറേ കാലം അധ്യാപകനായിട്ട് ജോലി എടുത്തുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് എന്നുള്ളത്. ഈവൻ കോവിഡിന് ശേഷം കുറച്ച് കാലം ജോലി എടുത്ത സമയത്ത്, ഈ അധ്യാപനം ചെയ്ത സമയത്ത്, കോവിഡിന് മുൻപുണ്ടായിരുന്നതിനേക്കാളും മഹാമോശമായിട്ടുണ്ട് കുട്ടികളുടെ ഒരു 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 കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കോവിഡിന് ശേഷം. സോ നമുക്ക് ഒരു 7 കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് നോക്കാം, ഒരുപാട് നീട്ടി വലിക്കുന്നില്ല. അതിലൊന്ന്, നമ്മുടെ മലയാളികൾക്ക് പൊതുവെ ഇല്ലാത്ത ഒരു കാര്യമാണത്, എന്നാൽ തമിഴന്മാർക്ക് കൂടുതലുള്ളൊരു കാര്യം കൂടിയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സർ എന്നും മാഡം എന്നുമുള്ള വിളി, സർ മാഡം എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്. പലപ്പോഴും പല പുരോഗമനവാദികളും പറയാറുണ്ട് സർ വേണ്ട, മേഡം വേണ്ട, പേര് വിളിച്ചാലും മതി എന്നുള്ളത്. പക്ഷേ ഈ പേര് വിളിക്കുക എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആളുകളെ നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ക്ലയൻറ്റ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് സർ, മേഡം എന്ന് തന്നെ നമ്മൾ അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹലോ സർ, ഹലോ മേഡം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏജ്. അവർ ഒരുപക്ഷെ ചെറുപ്പക്കാരനായിരിക്കാം, ഒരു 15-16 വയസ്സുള്ള ഒരു കുട്ടി ആയിരിക്കാം. 16 വയസ്സുള്ള ആൾക്കാരും ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഏജ് നോക്കേണ്ട, അവരെ സർ എന്ന് പറഞ്ഞ് വിളിക്കുക. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അപ്പം വളരെ സീനിയർ മോസ്റ്റ് പൊസിഷനിലുള്ള ചില ആൾക്കാർ എന്നെ സർ എന്ന് വിളിക്കുന്ന സമയത്ത് എനിക്കൊരു വല്ലാത്തൊരു ഫീലാണ്, ഇദ്ദേഹം എന്തിനാണ് എന്നെ സർ എന്ന് വിളിക്കുന്നത്. അവിടെ അത്തരത്തിലൊരു സേറിന് അദ്ദേഹം എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ് വലിയ രീതിയിൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഓൾവേസ് നിങ്ങൾ ഒരിക്കലും അവിടെ അവൻ വലിയ ആളാണ് ചെറിയ ആളാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പുറത്ത് ആരാണോ അവരെ സർ, മേഡം എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവിടെ SIR എഴുതുന്നതിൽ ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റൽ. അതെപ്പോഴും ശ്രദ്ധിക്കുക. പലരും വരുന്നൊരു മിസ്റ്റേക്കാണ് ടൈപ്പ് ചെയ്യുന്ന സമയം. ഞാൻ എങ്ങനെ ടൈപ്പ് ചെയ്യണം എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട ആ ഒരു രീതികൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു സെഷനിൽ ഞാൻ എടുത്തു തരാം. ആൻഡ് ഓൾസോ മേഡം, MADAM അല്ലെങ്കിൽ MA''AM. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അത്തരത്തിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ നമ്പർ 1 റൂൾ, ദ ഫസ്റ്റ് റൂൾ ഈസ് യൂസ് സർ ഓർ മേഡം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരോട് ചാറ്റ് ചെയ്യുന്ന സമയത്ത്. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, എഗെയിൻ ദിസ് തിങ്, ഇതും ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ ഈ വിദേശികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒന്ന് അറിയാതെ നമ്മുടെ ദേഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഉടനെ സോറി എന്ന് പറയാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ താങ്ക് യു എന്ന് പറയാറുണ്ട് പല കാര്യങ്ങൾക്ക്. നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം സോറി എന്നോ താങ്ക് യു എന്നോ മറ്റൊരാളോട് പറയാറുണ്ട്. കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങി, അവർ സാധനം തന്നു, ബില്ല് തന്നു, നമ്മൾ താങ്ക് യു എന്ന് പറയാറുണ്ടോ? അത് ശീലിക്കണം. അത്തരത്തിൽ താങ്ക് യു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഷോപ്പിൽ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, ഒരാൾ വന്നിട്ട് നിങ്ങളോട് പൈസ തന്നു, നിങ്ങൾ ബില്ല് കൊടുത്തു, ഒന്നും മിണ്ടാതെ പോകുന്നു. മറ്റൊരാൾ വന്നിട്ട് ബില്ല് കൊടുക്കുന്ന സമയത്ത് താങ്ക് യു എന്ന് നമ്മളെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയുന്നു. ആരോടായിരിക്കും നമുക്കൊരു റെസ്പെക്റ്റ് തോന്നുന്നത്? ഡെഫിനറ്റ്ലി ആ താങ്ക് യു എന്ന് പറയുന്ന വ്യക്തിയോടായിരിക്കും, അല്ലെങ്കിൽ താങ്ക്സ് എന്ന് പറയുന്ന വ്യക്തിയോടായിരിക്കും. റൈറ്റ്? താങ്ക് യു എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ആ വ്യക്തിയോടായിരിക്കും.
സോ താങ്ക് യു അല്ലെങ്കിൽ സോറി എന്ന് പറയുന്നത് ഒരിക്കലും അല്ലെങ്കിൽ സോറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരു ടേം അല്ല, നമ്മൾ നമ്മളെ തന്നെ എലിവേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് സോറി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് കുറച്ചൊരു മഹത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് സോറി എന്ന് പറയുന്ന ടേം. സോ സോറി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്. അതൊരു മോശം ടേം അല്ല, അതൊരു നല്ല പോസിറ്റീവ് ടേം തന്നെയാണ് സോറി എന്ന് പറയുന്നതും താങ്ക് യു എന്ന് പറയുന്നതും. ഈവൻ ദോ എസ്പെഷ്യലി നമ്മൾ ഈ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ ക്ലയൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഒരുപക്ഷെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തായിരിക്കാം തെറ്റ് എങ്കിൽ പോലും നമ്മൾ സോറി സാർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാനിത് ഓൾറെഡി പറഞ്ഞതാണല്ലോ സാർ എന്നല്ല നമ്മൾ പറയേണ്ടത്. ഐ എം സോ സോറി സാർ ആൻഡ് താങ്കളത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നമ്മൾ ഓൾറെഡി ഇത് ഇൻഫോം ചെയ്ത്. സോ ഇത് വളരെ ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്കിത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ പറയുന്ന സമയത്ത് ഈവൻ ദോ അവർ ഭയങ്കര റൂഡാണെന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ നമ്മൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു റൂഡ്നെസ് ഒന്ന് വിടും, അവരൊന്ന് അയയും. അപ്പോൾ ഇത് വളരെ പോസിറ്റീവുള്ളൊരു ടെക്നിക്കാണ്. സോ ഓൾവേസ് യൂസ് സർ ഓർ താങ്ക് യു, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരിക്കലും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ആ ഒരു 2 ടേംസ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ, ഒരു മെസ്സേജ് നമുക്ക് വന്നു എന്ന് വിചാരിക്കുക. അവർ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമുക്ക് അയച്ചു തന്നു. അതിനുശേഷം അവർ നമ്മളോടൊരു കാര്യം ചോദിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിനുള്ള മറുപടി നമ്മൾ കൊടുക്കുന്നതിനപ്പുറത്ത് നമ്മൾ ആ മെസ്സേജ് അക്നോളജ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഓക്കെ സർ എന്നെങ്കിലും പറഞ്ഞിട്ട് അക്നോളജ് ചെയ്യുക. അവരൊരു ഡോക്യുമെൻറ്റ് നമുക്ക് അയച്ചു തന്നു, ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ സർ, നോട്ടഡ് സർ, സർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ നോട്ടഡ് അല്ല, ഓക്കെ സർ, നോട്ടഡ് സർ. സോ നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. ഓക്കെ, വെറുതെ ഓക്കെ അല്ലെങ്കിൽ സർ അല്ലെങ്കിൽ അക്നോളജ് ചെയ്തില്ല, മെസ്സേജ് ഡെലിവറായി, പക്ഷേ ഒരു മെസ്സേജും തിരിച്ചയക്കുന്നില്ല. പിന്നീട് എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി തരുന്നു. എത്രത്തോളം നിങ്ങൾക്ക് അവരോട് റെസ്പെക്റ്റ് തോന്നും? ഒരിക്കലും തോന്നത്തില്ല. നേരെ മറിച്ച് ഓരോ മെസ്സേജും കൃത്യമായിട്ട് അക്നോളജ് ചെയ്ത് അത് നോട്ടഡ് സർ, ഓക്കെ സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അവരുടെ മേലെ തോന്നുന്നൊരു മതിപ്പ്, ഹി ഓർ ഷീ ഈസ് വെരി പ്രൊഫഷണൽ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. റൈറ്റ്? അപ്പം അത് തന്നെയാണ് നിങ്ങളും അവിടെ ചെയ്യേണ്ടത്. ഓരോ മെസ്സേജും കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയല്ല. അതിനൊരു സമയം അധികം പോകത്തില്ല. ഒരു നോട്ടഡ് സർ എന്ന് ടൈപ്പ് ചെയ്യാൻ എത്ര തന്നെ സമയം പോകും? ഓക്കെ സ്പേസ് SIR എന്ന് ടൈപ്പ് ചെയ്യാൻ എത്ര, 3 അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ എത്ര തന്നെ സമയം പോകും? നോ, അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇപ്പം ഇതിൽ കാണിച്ചതുപോലെ ഓക്കെ കോമ സ്പേസ് സർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ടഡ് സർ, സ്പേസ് ഇല്ലാതെ സർ എന്നല്ല, മീൻസ് കോമ ഇല്ലാതെ സർ എന്നല്ല, നോട്ടഡ് കോമ സർ, സറിൻ്റെ S ഷുഡ് ബി ക്യാപിറ്റൽ. വിൽ ഗെറ്റ് ബാക്ക് ടു യു ഷോർട്ട്ലി. സോ ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞു തരുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അതിലൊരു പൊളൈറ്റ്നെസ് വേണം. പൊളൈറ്റ്നെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്രത്തോളം വളരുന്നു അത്രത്തോളം നമ്മൾ പൊളൈറ്റഡ് ആവും. നിങ്ങൾ കണ്ടിട്ടില്ലേ, അത്യാവശ്യം ഭയങ്കര സീനിയർ മോസ്റ്റ് പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര പൊളൈറ്റ് ആയിരിക്കും. പക്ഷേ നേരെ മറിച്ച് അവിടെ എത്തിയിട്ടില്ല, ടോപ്പിൽ എത്തിയിട്ടില്ല, ഏറ്റവും താഴെയില്ല, മിഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അഹങ്കാരമായിരിക്കും. അവർ ഭയങ്കര റൂഡായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ആ ഒരു എലിവേറ്റഡ് സ്റ്റേജിൽ നിന്ന് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. സോ എപ്പോഴും ഓരോ മെസ്സേജും കൃത്യമായിട്ട് അക്നോളജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. ആൻഡ് മൂന്നാമത്തേത്, ഇതും പലർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്, സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ താഴെ റോങ് ചെയ്തിട്ടില്ലല്ലോ, അവിടെ കണ്ടില്ലേ ഗോട്ട് ഇറ്റ് താങ്ക്സ്. അത് താങ്ക്സ് മുഴുവൻ ടൈപ്പ് ചെയ്തിട്ടില്ല. ഗോട്ട് ഇറ്റ്, എന്ത് ഗോട്ട് ഇറ്റ് താങ്ക്സ്, അതിലൊരു റൂഡ്നെസ് ഇല്ലേ? കിട്ടി നന്ദി എന്ന് പറയുന്നതാണോ? വി ഹാവ് റിസീവ്ഡ് യുവർ ഡോക്യുമെൻറ്റ്സ്, താങ്ക് യു സർ. ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. അത് കേൾക്കുന്ന സമയത്ത് വിൽ ഫീൽ ദാറ്റ് പ്രൊഫഷണലിസം. ആ പ്രൊഫഷണലിസം കസ്റ്റമറിന് ഫീൽ ചെയ്യണം. അത് കമ്പനി എലിവേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അത് നിങ്ങളെ കൂടി എലിവേറ്റ് ചെയ്യും ക്ലയൻറ്റിൻ്റെ മനസ്സിൽ. റൈറ്റ്? സോ സെൻറ്റൻസ് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഇട്ടൊന്ന് നോട്ട് ചെയ്താൽ മതി. എന്നിട്ട് സ്റ്റിക്കി നോട്ട്സിലോ മറ്റോ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പിലായിട്ട് ഒട്ടിച്ച് വെക്കുക. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് സമയമൊക്കെ എടുക്കുന്നില്ല എന്നൊരു തോന്നൽ വരും. പക്ഷേ വൺസ് അത് ശീലിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ദാറ്റ് ഈസ് ദ 4th പോയിൻറ്റ്. ആൻഡ് 5th പോയിൻറ്റ്, എഗെയിൻ ഈ ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, എസ്പെഷ്യലി നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് I എന്ന് പറയുന്നത് പരമാവധി ഒഴിവാക്കിയിട്ട് V എന്നാക്കുക. കാരണം അവിടെ നിങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്ഥാപനത്തെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനെയാണ്. ആ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരാണ്, V ആണ്, I അല്ല. ഞാൻ നോക്കിക്കോളാം എന്നല്ല, ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, വി ഹാവ് ഫോർവേഡഡ് ദ ഡോക്യുമെൻറ്റ്സ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് കറക്റ്റ്. ഐ ഹാവ് ഡൺ ഇറ്റ് അല്ല, വി ഹാവ് ഡൺ ഇറ്റ്. V, I അല്ല യൂസ് ചെയ്യേണ്ടത്, V. റൈറ്റ്?
ഓക്കെ. ആൻഡ് ആറാമത്തേത്, കോൺവെർസേഷൻ എപ്പോഴും അവസാനിപ്പിക്കേണ്ടത് വളരെ പൊളൈറ്റായിട്ടായിരിക്കണം. താങ്ക് യു സർ ഫോർ യുവർ ടൈം. ജസ്റ്റ് ഓക്കെ താങ്ക് യു എന്നല്ല, താങ്ക് യു സർ ഫോർ യുവർ ടൈം, ഓക്കെ എന്നല്ല നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. റൈറ്റ്? ഹാവ് എ ഗ്രേറ്റ് ഡേ മാം. ഒരാൾ നമ്മളോട് ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എങ്ങനെയായിരിക്കും? റൈറ്റ്? ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എഗെയിൻ കാഷ്യർ നമുക്ക് ബില്ല് തരുന്ന സമയത്ത് ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അവരോട് തോന്നുന്നൊരു സ്നേഹം വളരെ കൂടുതലായിരിക്കും. സോ നമ്മൾ ആ മെസ്സേജ് ഒന്ന് എൻഡ് ചെയ്യുന്നത് വളരെ പൊളൈറ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഏഴാമത്തേത്, ഇറ്റ്സ് എഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവസാനത്തെ മെസ്സേജ് ഉണ്ടല്ലോ, ദ ലാസ്റ്റ് മെസ്സേജ്, ആ ലാസ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ലാസ്റ്റ് റിയാക്ഷൻ നമ്മുടെ ഭാഗത്തു നിന്നായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് അയക്കുന്നു, എല്ലാ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഓക്കെ സർ താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അവർ യു ആർ വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ വെൽക്കം ഒന്ന് വാട്സാപ്പിലാണല്ലോ, ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പ്രെയറിൻ്റെയോ അല്ലെങ്കിൽ തംസപ്പോ ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക. പ്രെയർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, തൊഴുന്നത്. ആ ഒരു ഇമോജി ആ തംസപ്പിനേക്കാളും കുറച്ചുകൂടെ നല്ലത് അതായിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവസാനത്തെ റിയാക്ഷൻ ഇറ്റ് ഷുഡ് ബി ഫ്രം അസ്. റൈറ്റ്? ആ ഒരു ഇപ്പോൾ ഒരാൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നും ഇടാനില്ല, നമ്മൾ എന്ത് ചെയ്യും? ഇമോജി. റൈറ്റ്? ആ പ്രെയർ അല്ലെങ്കിൽ തംസപ്പ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷനിൽ. ദ ഫൈനൽ മെസ്സേജ് ഇറ്റ് ഷുഡ് ബി ഫ്രം അസ്. അപ്പം 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഈ 7 പോയിൻറ്റ്സ് നമ്മൾ ഓർഗനൈസേഷനകത്ത് മാത്രമല്ല നിങ്ങൾ പാലിക്കേണ്ടത്. അതിൽ ചിലതൊക്കെ ഓർഗനൈസേഷനകത്ത് പാലിക്കാനുള്ളതാണ്, പക്ഷേ മിക്കവാറും കാര്യങ്ങളെല്ലാം നിങ്ങൾ എവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഏതൊരു പ്രൊഫഷണൽ വേയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. ഒന്നുകൂടി ഞാൻ ക്വിക്കായിട്ട് പറയാം, നോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എപ്പോഴും സർ മേഡം എന്ന് തന്നെ നിർബന്ധമായിട്ട് വിളിക്കുക. നിങ്ങൾക്ക് അവരുടെ ജെൻഡർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. നിങ്ങൾ സർ ഹൈഫൻ മേഡം എന്ന് ഇടാം. പിന്നീട് വൺസ് അവർ ജെൻഡർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റാം. റൈറ്റ്? ആൻഡ് എപ്പോഴും നിങ്ങളെന്ന് വിളിക്കാതിരിക്കാൻ നോക്കുക. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, സർ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് സർ എന്ന് തന്നെ നിങ്ങൾ വിളിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ പലപ്പോഴും മറ്റൊരു തേർഡ് പാർട്ടിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സുഹൃത്തുക്കളോടോ അല്ലാന്നുണ്ടെങ്കിൽ കൊളീഗ്സിനോടോ എന്നോടൊക്കെ നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാതിരിക്കുക. അദ്ദേഹം എന്ന് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ആ സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുക, അയാളെന്ന് പറയാതിരിക്കുക. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്ലയൻറ്റ്സ് എത്രത്തോളം മോശം ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റെസ്പെക്ട് ദം. നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, എന്ന് വെച്ചാൽ ഒരുപാട് ബഹുമാനം ആയിട്ട് ഇങ്ങനെ തൊഴുതു നിൽക്കുക എന്നുള്ള രീതിയിലല്ല നമ്മൾ പറയുന്നത്. അത് അവർ നമ്മളോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ നമ്മൾ എന്തിനാണ് അവരോട് ആവശ്യമില്ലാതെ ചൂടാകുന്നത്. ഞാൻ പലപ്പോഴും പല ക്ലയൻറ്റ്സിനോട് ചൂടായിട്ടുണ്ട്, പക്ഷേ ഞാനിത് റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു നല്ലൊരു ബിഹേവിയർ അല്ല. അതിനുശേഷം എനിക്ക് പലപ്പോഴും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്, ഞാൻ ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബോർഡിൽ എഴുതി വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇതാണ്, കസ്റ്റമേഴ്സിനോട് വളരെ കൂളായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇത്ര ചൂടായിട്ട് സംസാരിക്കുന്ന ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവരും ആ ഒരു മാനറിലേക്ക് അവരും വരും. റൈറ്റ്? ആൻഡ് രണ്ടാമത്തേത് സോറി, താങ്ക് യു, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പറയാനായിട്ട് നോക്കുക. ആൻഡ് ഓരോ മെസ്സേജും കൃത്യമായിട്ട് അക്നോളേജ് ചെയ്യുക. ഓക്കെ എന്ന് പറഞ്ഞിട്ട്, ഈവൻ ഞാൻ അയക്കുന്ന മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ടീംമേറ്റ്സ് അയക്കുന്നതാണെന്നുണ്ടെങ്കിലും ഓർ നിങ്ങളുടെ ടീം ലീഡ് അയക്കുന്ന മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ഓക്കെ സർ മേഡം എന്ന് പറഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വെറും ഓക്കെ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് അക്നോളേജ് ചെയ്യാനായിട്ട് നോക്കുക. റൈറ്റ്? കാരണം അത് അവർക്ക് കിട്ടി ബോധിച്ചു എന്ന് അറിയണമല്ലോ. ആൻഡ് മറ്റൊന്ന്, സെൻറ്റൻസ് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതൊരു ചുരുക്കിയിട്ട് ഗോട്ടിട്ട് മാത്രം കൊടുക്കാതെ ഒന്ന് എലാബറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുമ്പിൽ ChatGPT ഉണ്ട്, ഫ്രീ ആയിട്ട് കിട്ടും, നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ട്. ഒന്നതിൽ കൊടുത്തിട്ട് ഒന്ന് സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. എന്ന് വെച്ചാൽ ഒരുപാട് നിങ്ങൾ യാന്ത്രികമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യരുത്, കുറച്ചൊക്കെ നാച്ചുറൽ ആവുക. ആൻഡ് 3, വി എന്ന് യൂസ് ചെയ്യുക, ഐ എന്നല്ല കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ കോൺവെർസേഷൻസ് എപ്പോഴും നമ്മൾ വളരെ പൊളൈറ്റായിട്ട് തന്നെ എൻഡ് നോക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ, ഗുഡ് നൈറ്റ് സർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അത് എൻഡ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, ഏറ്റവും അവസാനത്തെ മെസ്സേജ് ഇറ്റ് ഷുഡ് ബി ഫ്രം അസ്. അത് റിയാക്ഷൻ രീതിയിലാവാം, മെസ്സേജ് രീതിയിലാവാം.
ടോട്ടലി നമ്മളൊരു ചാറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ നല്ലൊരു വ്യക്തിയോട് സംസാരിച്ചു എന്നുള്ളൊരു തോന്നൽ വരണം അവർക്കും നമുക്കും. അതിപ്പം ഞാൻ നിങ്ങളുടെ ചാറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓരോന്ന് അക്നോളജ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് അവരെ സാറിന് മേഡെന്നൊക്കെ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ട്, അവസാനം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതൊരു പെർഫെക്റ്റ് നല്ല ഭംഗിയുള്ള രീതിയിലായിരിക്കണം ആ ചാറ്റ് നമ്മൾ കാണേണ്ടത്. ഒന്ന് ചെയ്തു നോക്കൂ, കാരണം യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഹാപ്പിനെസ്. അല്ലാതെ ഇരുന്ന് എപ്പോഴും ആ ക്ലയൻറ്റിന് കുറ്റം പറയുന്നു, അടുത്തിരിക്കുന്ന ആളോട് അയാൾ കുറ്റം പറയുന്നു, ഇയാൾ എന്താണ് ഇങ്ങനെ തലവേദന തരുന്നു എന്ന് പറയുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും അത് ബാധിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളെ തന്നെയായിരിക്കും അത് ഡൗൺ ആക്കുന്നത്, നിങ്ങളെ തന്നെ ഇമോഷണലി അത് ഡൗൺ ആക്കുന്ന ഒരു കാര്യമായിരിക്കും. അധികം കുറ്റം പറയാതിരിക്കുക ആൾക്കാരെ, മറ്റുള്ളവരെ അധികം പരദോഷം പറയാതിരിക്കുക. കാരണം ഈ പരദോഷം പറച്ചിലാണ് പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ഡൗൺ ആക്കുന്നത്, നമ്മൾ ഇമോഷണലി ഡൗൺ ആക്കുന്നത്. റൈറ്റ്, ഓൾവേസ് ബി ഹാപ്പി, ക്ലയൻസിനോട് ഹാപ്പി ആയിട്ട് ബിഹേവ് ചെയ്യുക. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ആരാണോ അയച്ചു തരുന്നത് അതൊന്ന് അക്നോളജ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ, റൈറ്റ്, അക്നോളജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്.